ജൂലൈ 1. എൻ്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രധാന സംഭവങ്ങളും നടന്നിട്ടുള്ളത് ഈ ജൂലൈ തന്നെ. അതുകൊണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിൽ നിന്ന് ഒരു നീണ്ട അവധിയെടുത്തു. സത്യത്തിൽ ഒരു ഒളിച്ചോട്ടമാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സാർ, അപ്പോൾ നാളെ വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. അന്ന് ഞാൻ പതിവിലും നേരത്തെ തന്നെ വീട്ടിലെത്തി. തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാൻ കിട്ടിയ ഈ നല്ല ദിവസങ്ങൾ എങ്ങനെ ചിലവഴിക്കണമെന്ന ആലോചനയിൽ എപ്പോഴോ ഞാൻ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. നഷ്ടപ്പെട്ട ആ പഴയ സൗഹൃദങ്ങൾ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ചില ബന്ധങ്ങൾ. അവർ ഇന്ന് എവിടെയാണ്? അറിയില്ല. പക്ഷേ അറിയാനുള്ള ആകാംക്ഷയിലായി എൻ്റെ മനസ്സ് മുഴുവനും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട സേതുവിനെ, ഈ അഡ്രസ്സിൽ സേതു ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വെറുമൊരു ഊഹം മാത്രമാണ് ഈ കത്ത്. എങ്കിലും ഞാൻ ആശിക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ കീഴിൽ ഞാൻ എല്ലാം മറന്നു. അല്ല, ഓർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ആ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. നഷ്ടപ്പെട്ട നമ്മുടെ സൗഹൃദത്തേക്കാൾ വലുതായിരുന്നില്ല സമ്പത്ത് എന്നത്. ആ തിരിച്ചറിവ് ഇന്ന് എന്നെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നു. നമ്മുടെ കലാലയ ജീവിതവും സുഹൃത്തുക്കളും ആ മധുരമുള്ള ഓർമ്മകളെ തലോടുമ്പോൾ അറിയാതെ കുതിച്ചു പോകുന്നു ആ വഴിയിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുവാൻ. ഈ ജൂലൈ 10 വരുമല്ലോ, നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി പ്രതീക്ഷയോടെ നിർത്തുന്നു. രാഹുൽ. എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട കലാലയം. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഓർമ്മകളുടെ ഒരു പെരുമഴ എൻ്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയതുപോലെ. കാലം എത്രമേൽ മാറ്റങ്ങൾ വരുത്തിയാലും മാറാത്ത ഒന്നുണ്ട്, ഈ കലാലയം പോലെ. ഓർമ്മകളിൽ എന്തു രസമായിരുന്നു. ഞാനും സേതുവും അനിരുദ്ധനും ബഷീറും ഞങ്ങളായിരുന്നു അന്നത്തെ ഒരു ടീം. എന്തിനും ഏതിലും കളി പറഞ്ഞും പിണങ്ങിയും ഒന്നിനെക്കുറിച്ച് മാതി പിടിക്കാതെ നടന്ന ആ നല്ല കാലഘട്ടം. പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്ന നീനയുമായുള്ള പ്രണയം, എല്ലാം. അന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയരുതെന്ന്. എന്നിട്ട് ഞാൻ തന്നെ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാനും നല്ല സൗഹൃദങ്ങൾ നിലനിർത്താനും ഉറച്ച ലക്ഷ്യബോധം ഞങ്ങളിൽ ഉണ്ടാക്കിയ ഒരു പറ്റം നല്ല അധ്യാപകരുടെ അർപ്പണ മനോഭാവം ഓർക്കാതിരിക്കാൻ വയ്യ. മാഷേ, എന്തെങ്കിലും തുറച്ചു നോക്കുന്നേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത്? നീ വരുമെന്ന്. നീ ഇതെങ്ങനെ അറിഞ്ഞു? അതോ, എടാ ചെക്ക, എന്നോട് എല്ലാ കാര്യങ്ങളും സേതു പറഞ്ഞിരുന്നു. എന്നിട്ട് അവരെവിടെ?
വരും. ഞാൻ നേരത്തെ വന്നത് എനിക്കറിയാം. നീ നേരത്തെ വന്നിട്ടുണ്ടാവുന്നു. അതായിരുന്നല്ലോ നിന്റെ പതിവ്. അല്ല, നമ്മുടെ പതിവ് അല്ലടാ. ബെസ്റ്റ്. ഇതൊക്കെ ഓർക്കാൻ ഈ മുതലാളിക്ക് ഇന്നെവിടെ നേരം? എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എങ്ങനെ മറക്കാൻ. ഹലോ, ഞാനൊരു തമാശ പറഞ്ഞു അല്ലേ മാഷേ? നമുക്കൊന്ന് നടന്നാലോ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പൂക്കൾക്കും മരങ്ങൾക്കും എന്നും ഒരേ ഭാവമാണ്. നിനക്ക് നല്ല സാഹിത്യം വരുന്നുണ്ട്. ഞാൻ കളി പറഞ്ഞതല്ല. ഇവിടെ എവിടെയോ അന്ന് നമ്മൾ നട്ട ചെടി ഉണ്ടാവും. അതെവിടെ? അത് അവിടെ ഇവിടെ ഒന്നുമല്ല. ഇതാ, അന്ന് ഇത് വെറും ഒരു തൈ മാത്രമായിരുന്നു. പിന്നെ പിന്നെ പൂക്കാനും ഇലകൾ പൊഴിക്കാനും ഒക്കെ തുടങ്ങി. അന്ന് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എല്ലാ വർഷവും നമുക്കിവിടെ വരണമെന്ന്. എന്നിട്ട് അതിനുശേഷം നീ ഇവിടെ വരാറുണ്ടായിരുന്നു? 1-2 തവണ വന്നിരുന്നു. പിന്നെ പിന്നെ കാലം എത്ര കഴിഞ്ഞു, നീയെല്ലാം ഓർത്തു വെച്ചിരിക്കുന്നു. എങ്ങനെ മറക്കും? അതാണ് പെൺകുട്ടികൾ. സത്യം. രാഹുൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്താ നിന്റെ ജീവിതത്തിലേക്ക് എന്നെ കൂട്ടാതിരുന്നത്? എന്റെ വീട്ടുകാർ എതിർത്തിട്ടും ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞല്ലേ? നിന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്കപ്പോൾ തോന്നിയ തരംതാണ് അപകർഷതാബോധം. ആരുമില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ. പിന്നെ എനിക്കും തോന്നി, വേണ്ട, ഈ ഇല്ലായ്മയിലേക്ക് നിന്നെ ക്ഷണിക്കേണ്ടെന്ന്. അത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുതരം വാശിയായിരുന്നു വിജയിക്കുവാൻ. എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ തോന്നി, വലിയ നഷ്ടപ്പെടലായിരുന്നു അന്നത്തെ എൻ്റെ തീരുമാനമെന്ന്. അല്ല നീന, തൻ്റെ കല്യാണം? അതോ എന്നോ കഴിഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ്. കുട്ടികൾ? ഇല്ല. നിന്നെപ്പോലെ തന്നെ വലിയ ബിസിനസ്സുകാരനാ, ദുബായിലാ. പക്ഷേ നിന്നെപ്പോലെയല്ല കേട്ടോ, ഒരിക്കലും. ശരി, നമുക്ക് പോവാം. ഓർക്കുന്നുണ്ടോ നീ ഇവിടെ നമ്മൾ ആദ്യമായി കാണുന്നത്? ഇവിടെ വെച്ചായിരുന്നു. അന്ന് നിനക്ക് വലിയ ജാടയായിരുന്നു. പിന്നെ സേതുവായിരുന്നു നമുക്കിടയിലെ ഹംസം. ഇവിടെ കുറച്ചുപേരെ ഇരുന്നപ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയെന്ന് തോന്നുന്നു. രാഹുൽ, ഇനിയും നമ്മളിവിടെ വരുമോ? കാലങ്ങൾ കഴിഞ്ഞ്, ഒരു പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ്, വയസ്സായി. പിന്നല്ലാതെ വരണം. വരുമായിരിക്കും. പറ്റുമോ എന്നറിയില്ല. അതെ, വരണം. അതവരായിരിക്കും. ഞാൻ വന്നിട്ടുണ്ടെന്ന് അവരറിയണ്ട. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. നമുക്കൊന്ന് അവർ പറ്റിച്ചാലോ? ഓക്കെ, ഡൺ. ഞങ്ങൾക്ക് നിന്നോടൊരു പരിഭവമില്ല. എവിടെയാണെന്നറിയാത്തൊരു വിഷമം മാത്രം. അതിപ്പോ മാറിയല്ലോ. നീ ആകെ മാറിയിരിക്കുന്നു. ആ പഴയ രാഹുൽ തന്നെയാണോ നീയെന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ പഴയ രാഹുൽ തന്നെ അല്ലേടാ രാഹുൽ? ആ, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്.
എന്താ അത്? വാ കാണിച്ചു തരാം. ഹലോ, ഏയ് ഹലോ. എന്താ നീ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അതെവിടെ? നീന, നമ്മുടെ നീന വന്നിട്ടുണ്ട്. അവള് വളരെ നേരത്തെ എത്തി. അവളാ പറഞ്ഞത് നിങ്ങൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ. ഹേയ്, എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ. രാഹുൽ, നീ ഏത് നീനെ പറ്റിയാ പറയുന്നേ? സേതു, നമ്മുടെ പഴയ നീന ജോൺ. അവൾ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് വർഷം 5 കഴിഞ്ഞു. അറിയിക്കണമെന്ന് വിചാരിച്ചതാ. എങ്ങനെ? സേതു, താൻ എന്തേ പറയുന്നത്? ഞങ്ങളിവിടെ കുറെ നേരം സംസാരിച്ചിരുന്നു. രാഹുൽ, അവളെന്നെ കാണുമ്പോഴൊക്കെ നിന്നെക്കുറിച്ച് തിരക്കുമായിരുന്നു. പാവം, ഒരു കാർ ആക്സിഡൻ്റായിരുന്നു. അവളെ കല്യാണം കഴിച്ചവൻ വേറെ കെട്ടിയെന്നാണ് അറിഞ്ഞത്. നമ്മുടെ ബഷീർ എവിടെ? അവൻ ഗൾഫിലാ. പാവം, അതിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ലേബർ ക്യാമ്പിലാണെന്നാണ് അറിഞ്ഞത്. ശമ്പളവും കാര്യമായില്ല. കാണുമ്പോൾ ആ പഴയ തമാശയില്ല അവന്. ഡച്ചു, ഇനി നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ. പണ്ട് നമ്മൾ പറഞ്ഞ വാക്കില്ലേ, ഇപ്പോഴെങ്കിലും പാലിക്കണം. നമ്മളിൽ ഇനിയൊരു അകൽച്ച ഉണ്ടാവാൻ പാടേ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കരുത്. ഞാൻ ബഷീറിന് എഴുതുന്നുണ്ട്. ഇനിയുള്ള കാലം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്കെല്ലാവർക്കും പരസ്പരം കാണാനും സംസാരിക്കാനുമുള്ള ഒരു വഴി അതാലോചിച്ച് കണ്ടുപിടിക്കണം.